ചിങ്ങം 1 മലയാള മാസ ആരംഭമാണ്. പുതുവർഷ പിറവി ആയതിനാൽ തന്നെ കണി കണ്ട് ഉണരുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. വർഷം മുഴുവൻ ധനധാന്യ സമ്പദ് സമൃദ്ധി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രം വേണം ധരിക്കാൻ. ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. സാധാരണയായി വിളക്ക് ഒരുക്കുന്നതിനു പുറമെ ചിങ്ങം 1 വിഘ്നേശ്വരന് ഗണപതി ഒരുക്ക് സമർപ്പിക്കുന്നതും വളരെ പ്രധാനമാണ്. വർഷം മുഴുവൻ ഗണപതി പ്രീതി ഉണ്ടാകാനും തടസ്സ നിവാരണത്തിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിലവിളക്ക് കൊളുത്തി നാക്കിലയിൽ അവിൽ, മലർ, ശർക്കര, തേങ്ങ, കദളിപ്പഴം, കരിമ്പ്, തേൻ, കൽക്കണ്ടം, മുന്തിരി, മാതളം തുടങ്ങിയ പഴങ്ങളും ചേർത്ത് ഗണപതിക്ക് ഒരുക്കുന്നു. നെല്ല്, പുഷ്പങ്ങൾ, വെറ്റയും പാക്കും 1 രൂപ നാണയവും ചേർത്താണ് സമർപ്പിക്കുന്നത്. വിളക്ക് അണയ്ക്കും മുമ്പ് വിളക്ക് വെച്ച ആള് ഗണപതി ഒരുക്കിന്റെ നാക്കില മുൻപോട്ട് നീക്കി വേണം അത് പ്രസാദമായി സ്വീകരിക്കാൻ. ഒരുക്കിന് വെച്ച തേങ്ങ വെജ് കറികളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിങ്ങം 1 പുതിയ പാത്രത്തിൽ പാല് കാച്ചിയാണ് ആരംഭിക്കുന്നത്. പാല് തിളച്ച് നിറഞ്ഞൊഴുകുന്നത് ദിക്കു നോക്കി ആ വർഷത്തെ ശുഭ അശുഭ ലക്ഷണങ്ങൾ അറിയാനും സാധിക്കും. ഈ പാലിൽ ഒരു ഭാഗം വിളക്കിന് വെച്ച ശേഷമേ ബാക്കി പാല് ഉപയോഗിക്കാവൂ എന്നാണ്. ചിങ്ങം 1 കൈനീട്ടം എന്നൊരു സമ്പ്രദായമുണ്ട്. ഇത് ദിക്കു നോക്കി വേണം ചെയ്യാൻ. തെക്കുവടക്ക് നിന്ന് കൈനീട്ടം കൊടുക്കാൻ പാടില്ല. നിർബന്ധമായും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തണം. പ്രധാനമായും ചിങ്ങം 1 ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്താൽ വർഷം മുഴുവൻ ഐശ്വര്യം കൂടെ ഉണ്ടാകും എന്നാണ് പറയാറ്. എന്നാൽ പുതുവർഷത്തെ വരവേൽക്കാൻ മുന്നൊരുക്കങ്ങൾ കൂടെയുണ്ട്. പ്രധാനമായും ധനധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, പ്രധാന വാതിൽ, വീടിന്റെ 4 മൂലകൾ ഇവയൊക്കെയും വൃത്തിയായിരിക്കണം. ചിങ്ങം പിറക്കും മുമ്പ് ജ്യേഷ്ഠാഭഗവതിയായ മൂദേവിയെ ഒഴിപ്പിച്ച് കടങ്ങൾ, രോഗദുരിതങ്ങൾ ഒക്കെ ഒഴിവാക്കി സമ്പദ് സമൃദ്ധിയും ഐശ്വര്യത്തിനുമായി മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വീടും പരിസരവും മനസ്സും ശുദ്ധമാക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേട്ടു മനസ്സിലാക്കി ആ കർമ്മങ്ങൾ ചെയ്യുക. താമസിക്കുന്ന വീട് ശുദ്ധമല്ലെങ്കിൽ, അത് വൃത്തിയല്ലെങ്കിൽ എത്ര രാജയോഗം ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. വീട് എപ്പോഴും ശുദ്ധിയാക്കി, പൂജാമുറി എപ്പോഴും വൃത്തിയാക്കി ശുദ്ധമായി സൂക്ഷിച്ചാൽ മാത്രമേ അവിടെ ലക്ഷ്മി വാസം ഉണ്ടാവുകയുള്ളൂ. വീട് വൃത്തിയാക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. വീടിന്റെ മുൻവശത്ത് ചെടികളൊക്കെ വളർന്ന് കാട് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒതുക്കണം. ചെടികൾക്ക് ചുവടുഭാഗത്തുള്ള അനാവശ്യ കുരുന്നു പുല്ലുകളും കരിയിലകളും മാറ്റി വൃത്തിയാക്കണം. ചെടിച്ചട്ടികളിൽ പൊട്ടിയതോ ഒരുപാട് പഴയതോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി പുതിയവ വെക്കണം. മുരടിച്ച ചെടികളും മരങ്ങളും ഒക്കെ കാണുന്നത് തന്നെ ഒരു അശുഭമാണ്. അവ മാറ്റി പുതിയവ നടുക. ചെടികളിൽ പഴുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അതും മാറ്റുക. വീട്ടിലേക്കുള്ള വഴിയും തുളസിത്തറയും വൃത്തിയാക്കണം. മതിൽ, ഗേറ്റ് എന്നിവയും പായൽ പിടിച്ചിരിക്കുന്നതൊക്കെ വൃത്തിയാക്കണം. ചെരുപ്പ് ഒരിക്കലും നടുവാതിലിന് മുൻപിലായി ഇടാതിരിക്കണം. വീടിന്റെ മുൻവശം ഇത്തരത്തിൽ വൃത്തിയാക്കിയ ശേഷം പിന്നീട് അടുത്ത പ്രാധാന്യം കന്നിമൂലയ്ക്കാണ്. കന്നിമൂലയിലും മേൽപ്പറഞ്ഞ പോലെ വൃത്തിയാക്കിയ ശേഷം മുക്കുറ്റി, തുളസി, ശംഖുപുഷ്പം എന്നിവയൊക്കെ നട്ടുവളർത്തുക. ഒരു കാരണവശാല് വീട്ടിലെ മാലിന്യങ്ങൾ കന്നിമൂല ഭാഗത്ത് അഥവാ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിക്ഷേപിക്കരുത്. വടക്ക് കിഴക്ക് മൂലയായ ഈശാന കോണും ദൈവിക പ്രധാനമാണ്. ജലവുമായി ബന്ധപ്പെട്ടതിനാൽ പോലെയുള്ളവ വടക്ക് കിഴക്ക്, കിഴക്ക് എന്നീ ദിക്കുകളിൽ വയ്ക്കാം. ഈശാന കോണിൽ നീല ശംഖുപുഷ്പത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതും നട്ടുവളർത്താം. ഇങ്ങനെ വീടിന്റെ എല്ലാ വശവും വൃത്തിയാക്കിയ ശേഷം കല്ലുപ്പ് ചേർത്ത വെള്ളം തളിക്കണം. വീടിനുള്ളിലാണെങ്കിൽ ഏറ്റവും പ്രധാനം അടുക്കളയും പൂജാമുറിയുമാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ പാത്രങ്ങളും ചിങ്ങത്തിന് മുൻപ് തന്നെ കഴുകി തുടച്ചു വെക്കണം. നിലവിൽ സാധനങ്ങൾ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും മാറ്റി പുതിയ പാത്രങ്ങളിലാക്കി വേണം വെക്കാനായിട്ട്. ഫ്രിഡ്ജിനുൾവശം, അടുപ്പ് എന്നിവയെല്ലാം മറക്കാതെ വൃത്തിയാക്കണം. പൊട്ടിയതും ഉപയോഗശൂന്യമായവയും മാറ്റണം. പഴയ മുറം, തേഞ്ഞ കത്തി, പൊട്ടിയ മൺചട്ടി, ലീക്കായ ടാപ്പ് എന്നിവയൊക്കെ തന്നെ മാറ്റി പുതിയവ വെക്കണം. ഓണത്തിന് മുമ്പ് ധാന്യങ്ങൾ, മല്ലി, മുളക് എന്നിവയെല്ലാം ശേഖരിച്ച് സൂക്ഷിക്കണം. മുറികളിലും മാറാല അടിച്ച് ഒരു വസ്തു പോലും വിടാതെ എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിഞ്ചിയ കീറിയ തുണികളൊക്കെ തന്നെ
മാറ്റണം. അതൊന്നും ധരിക്കാൻ പാടില്ല. അലമാരയുടെ ഉൾവശവും മറക്കാതെ വൃത്തിയാക്കണം. പൂജാമുറിയും വിളക്കും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം. ബാത്റൂമും മറക്കരുത്. വീടിന് അകവും പുറവും വൃത്തിയാക്കിയ ശേഷം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം തളിക്കുന്നത് വളരെ നല്ലതാണ്. വീടിനുള്ളിൽ പച്ചക്കർപ്പൂരം കത്തിച്ച് പുകയ്ക്കുന്നതും നല്ലതാണ്. പ്രധാന വാതിൽ എപ്പോഴും അലങ്കരിച്ച് വെക്കണം. മഞ്ഞളും ചന്ദനവും കുങ്കുമവും ചേർത്ത് കുറി തൊടണം. ചിങ്ങം തുടങ്ങും മുമ്പ് തന്നെ വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ സ്ഥലം എന്നിവയൊക്കെയും വൃത്തിയാക്കണം. ചൂല് തേഞ്ഞു പോയതാണെങ്കിൽ പുതിയത് വാങ്ങി വെക്കണം. വീടിന്റെ മുൻവശത്ത് കുറുകെ അയകള് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റണം. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ അശുഭമായതൊന്നും വീടിന് പുറത്തോ, വീടിനുള്ളിലോ, വീടിന് പുറത്തോ, വീടിന്റെ ചുറ്റുമോ കാണരുത്. ഇതൊക്കെയും ചിങ്ങം പിറക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ചിങ്ങം 1 പുതുവർഷത്തിലെ മഹാലക്ഷ്മിയെ നമുക്ക് വരവേൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വരുന്ന വർഷം എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.